അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ വെക്കേഷൻ്റെ ടൈമായേ. ഞങ്ങൾ 2 ആഴ്ചത്തേക്ക് ഒന്ന് നാട്ടിൽ പോയിട്ട് വന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. പറയാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു ഇപ്രാവശ്യം. അതിനൊരു കാരണമുണ്ട്. എൻ്റെ എല്ലാ കസിൻസുമായിട്ടുള്ളൊരു വർഷങ്ങൾ കൂടിയുള്ളൊരു ഗെറ്റ് ടുഗെദറായിരുന്നു ഈ വർഷം. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് കൂടി അമ്മച്ചേയും ആൻറ്റിമാരെയും കസിൻസിനെയും എക്സ്റ്റെൻഡഡ് ഫാമിലീനെയും ഒക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരും ഫെമിലിയർ ആയിട്ടുള്ള ഫുഡും ഒക്കെ ഇങ്ങനെ കുറേ മാസങ്ങൾ കൂടി കാണുമ്പോഴത്തേക്കും ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ തമാശയ്ക്ക് ആൾക്കാരോട് പറയാറുണ്ടേ, ഞാൻ കല്യാണം കഴിച്ച സമയത്ത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കുമ്പം നാട്ടിൽ നമ്മൾ 2 വീക്സിനൊക്കെ പോകുമ്പോഴത്തേക്കും യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും 2 സ്റ്റേറ്റിലും ചെയ്ത് തന്നെ കുറേ സമയം പോകുന്നുള്ള കാര്യം അന്ന് ഓർക്കണമായിരുന്നു എന്ന് ഇങ്ങനെ പറയാറുണ്ട്. എന്നായാലും 2 ആഴ്ചത്തേക്ക് പോയിട്ട് 3 ദിവസം യാത്ര തന്നെ ചെയ്ത് പോയി. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, ഇപ്രാവശ്യത്തെ യാത്രയും ഒരു നല്ല മെമ്മറി ആയിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇപ്രാവശ്യം ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ട്രാവൽ ചെയ്യാൻ ട്രെയിനാണ് ചൂസ് ചെയ്തതേ. അപ്പോൾ ഈ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് മെമ്മറീസ് ഉണ്ട് ഈ ട്രെയിൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രെയിൻ യാത്ര ചൂസ് ചെയ്തതും ഇച്ചിരി സ്പെഷ്യലായിരുന്നു. അങ്ങനെ ഒരാളുടെ സ്റ്റേറ്റിൽ നിന്ന് മറ്റേ ആളുടെ സ്റ്റേറ്റിലെത്തി. കസിൻസ് എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു. ഫങ്ഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്തു. നല്ല ക്വാളിറ്റി ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്തു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ബിക്കോസ് നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പം, ഞാനൊക്കെ എൻ്റെ അമ്മച്ചിയുടെ കൂടെയാണ് വളർന്നത്. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പം എന്നും ഒരുമിച്ചുണ്ടായിരിക്കുമ്പോൾ ആ പ്രായത്തിൽ ഓർക്കത്തില്ല. ഒരു പ്രായം കഴിഞ്ഞ് നമ്മളെല്ലാവരെയും വിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പല ഭാഗങ്ങളിലോട്ടൊക്കെ പോകുന്നു അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ പ്രായത്തിലുണ്ടായ ആ കുറേ കോർ മെമ്മറീസ് ഉണ്ട്. കസിൻസിൻ്റെ കൂടെയും അമ്മച്ചിയുടെ കൂടെയും ആൻറ്റിമാരുടെ കൂടെയൊക്കെ. ആ മെമ്മറീസാണ് എന്നെ പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് ഓരോ മൊമെൻറ്റ്സിലും പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ കസിൻസൊക്കെ ആയിട്ട് അന്നുണ്ടായിരുന്ന ഒരു ബോണ്ട്, അതൊന്നും ഇപ്പോഴത്തെ കുഞ്ഞു മക്കൾക്കൊന്നും ആ ഒരു ബോണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്നത്തെ കാലത്ത് എൻ്റെയൊക്കെ ഒരു ടീനേജ് പ്രായവും ഒരു ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന മണ്ണപ്പ ചുട്ട് കളിക്കുന്നതും പിന്നെ പൂക്കളൊക്കെ വെച്ചിട്ട് അത്തപ്പൂ ഇടുന്നതും ഇങ്ങനെയൊക്കെ കുറേ കോർ മെമ്മറീസ് ഉണ്ട് ലൈഫിൽ. അതൊക്കെ കസിൻസിൻ്റെ കൂടെയാണ്, സിബ്ലിങ്സും കസിൻസും. ആ ഒരു ലൈഫൊന്നും ഒരു കാലത്തും എനിക്ക് തോന്നില്ല റിട്രീവ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അതൊക്കെ റിട്രീവ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് ഈ പ്രാവശ്യം. അങ്ങനെ ക്വിക്ക് 2 വീക്സിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോന്നു. അടുത്ത വെക്കേഷൻ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. കസിൻസിനെ എല്ലാവരെയും ഇനി എന്ന് ഒരുമിച്ച് കാണാൻ പറ്റുമെന്നറിയില്ല. ബട്ട് ഇറ്റ് വാസ് വർത്ത് ദ ട്രിപ്പ് ദിസ് ടൈം. വി thoroughly enjoyed it. We're looking forward to go back home again.